നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയെന്ന്. ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് യൂസ് ഈസ് ടു എന്താ, അതിന് കൂടെ എന്തുണ്ട്, 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ട് കേട്ടോ. ആൻഡ് യൂസ് ഇറ്റ് ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് കോസ് എക്സ് ബൈ 2 ഡി എക്സ്. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എന്നിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ. നോക്കിയേ, ഫോറിയർ ട്രാൻസ്ഫോം കാണുന്ന ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ? അതിന് മുന്നേ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഒന്ന് എഴുതിയ എല്ലാവരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ അർത്ഥം എന്താണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞേ 0 ഇഫ് എന്തൊക്കെയാണ് കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ 1. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ അർത്ഥം എന്താ? -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1. പിന്നെ എന്തുണ്ട്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ക്ലിയർ അല്ലേ? ഇനി നോക്കി എല്ലാവരും നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ക്യാപിറ്റൽ സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 1/√2π ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഇവിടം വരെ ഓക്കെ ആണല്ലോ ഇക്വേഷനിൽ. ഇനി നോക്കിക്കേ എല്ലാവരും, ഒരു റിയൽ ലൈനിൽ ഫംഗ്ഷനെ കുറിച്ച് പറയുവാണ്. -∞ ടു +∞ വരെയാണ്. നോക്കിക്കേ, -∞ മുതൽ -1 വരെ നോക്കിയേ ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അടുത്ത് നോക്കിയേ, -1 മുതൽ +1 വരെ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. നോക്കിക്കേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇനി നോക്കിയേ 1 ടു ഇൻഫിനിറ്റി ആകുമ്പോഴോ, 1 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 0 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ -∞ ടു +∞ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് നോക്കി എല്ലാവരും. 1/√2π എങ്ങനെയൊക്കെയാ? എല്ലാത്തിലും ഉണ്ട് -∞ ടു -1. ക്ലിയർ ആണോ? 0 ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ, അതുകൊണ്ട് 0 ഇട്ടു. അടുത്തെന്താ? -1 ടു +1. അവിടെ എന്തുണ്ട് വാല്യൂ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്താ? ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. എന്താണിത്? ഈ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സിൻ്റെ പകരം 1 മൈനസ് എക്സ് സ്ക്വയർ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി എന്താ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ടൈം? എന്താ? 1 ടു ഇൻഫിനിറ്റി. അവിടെ എന്താ ഫംഗ്ഷൻ? 0 അല്ലേ? അപ്പോൾ ഇവിടെ ഏത് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഈ ടേം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നോക്കിയേ, -1 ടു +1 1 മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. നോക്കിക്കേ എല്ലാവരും, ഇ റൈസ് ടു എന്താണ്? ഐ ലാംഡ എക്സ് അല്ലേ? ഇവിടെ നോക്കിയാൽ -ഐ ലാംഡ എക്സ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഈക്വൽസ് കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ്. എന്താണ്? ഇ റൈസ് ടു ഐ ലാംഡ എക്സ് ഈക്വൽ ടു കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ്. ഇവിടം വരെ അറിയാലോ എല്ലാവർക്കും. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കേ എല്ലാവരും, എവിടം വരെ എത്തി നോക്കിയേ? 1/√2π എഴുതി. ബാക്കിയൊന്ന് പറഞ്ഞേ, ഇൻ്റഗ്രൽ -1 ടു +1 എഴുതി, 1 മൈനസ് എക്സ് സ്ക്വയർ എഴുതി. ഇനി എന്താ പറഞ്ഞേക്കണേ? ബാക്കി പറഞ്ഞ എല്ലാവരും 1 മൈനസ് എക്സ് സ്ക്വയർ എഴുതി. അടുത്ത എന്താ ഇക്വേഷൻ? എന്താണ്? കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ് ഡി എക്സ്. ഈ ഇ റൈസ് ടു മൈനസ് ഐ ലാംഡ എക്സ് എന്താണെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അതായത് ഈ ഫംഗ്ഷൻ ഇൻറ്റു ഇത് ഡി എക്സ്, ഈ ഫംഗ്ഷൻ ഇൻറ്റു ഐ സൈൻ ലാംഡ എക്സ് ഡി എക്സ്. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? 1/√2π എന്ത് വരും? -1 ടു +1 1 മൈനസ് എക്സ് സ്ക്വയർ കോസ് ലാംഡ എക്സ്. നോക്കിയേ, സെപ്പറേറ്റ് ചെയ്ത് കൂടെ? ഡി എക്സ്. ഇനി എന്താ? -i/√2π. അതെന്താ പറഞ്ഞേ? 1/√2π രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ആക്കുന്നു. ക്ലിയർ ആണല്ലോ? i/√2π ഇൻ്റഗ്രൽ -1 ടു +1. ബാക്കി എന്തുണ്ട്? 1 മൈനസ് എക്സ് സ്ക്വയർ. ബാക്കി എന്തുണ്ട്? സൈൻ ലാംഡ എക്സ് ഡി എക്സ്. ഓക്കെ ആണോ ഇത്? നോക്കി ഇവിടെ ഒന്ന്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്? ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോസ് ലാംഡ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആണ്. നോക്കിക്കേ, അത് നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. കോസ് ലാംഡ എക്സ് ഈവൻ ഫംഗ്ഷനും സൈൻ ലാംഡ എക്സ് ഓഡ് ഫംഗ്ഷനും ആണ്. ക്ലിയർ അല്ലേ?
ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കിട്ടിയില്ല. എന്തായിരുന്നു? ഇൻ്റഗ്രൽ -1 to +1 1 - x² cos ലാംഡ എക്സും -1 to +1 1 - x² sin ലാംഡ എക്സും. sin ലാംഡ എക്സ് ഓഡാണ്, കോസ് ലാംഡ എക്സ് ഈവൻ ആണ്. ഇനി അറിയാനുള്ളത് 1 - x² ഈവൻ ആണോ ഓഡാണോ? എങ്ങനെ അറിയും? നോക്കിക്കേ, f of -x = 1 - എന്ത് ചെയ്യുന്നു? എക്സിൻ്റെ സ്ഥാനത്ത് -x² എന്ത് തന്നെ കിട്ടും? 1 - x² എന്നല്ലേ കിട്ടുന്നേ. അതായത് എഫ് ഓഫ് എക്സ് അല്ലേ, എഫ് ഓഫ് -x = എഫ് ഓഫ് എക്സ് ആകുമ്പോൾ എന്താണ്? ഈവൻ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? 1 - x² ഈവൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈവൻ ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ടേം എന്തായിരുന്നു? ഇൻ്റഗ്രൽ -1 to +1 1 - x² cos ലാംഡ എക്സ് dx. അപ്പം ഈവൻ ഇൻറ്റു ഈവൻ എന്തായിരിക്കും? എപ്പോഴും ഈവൻ ആയിരിക്കും. പക്ഷേ ഈവൻ ഇൻറ്റു ഓഡ് അതെന്താ? സൈൻ ലാംഡ എക്സ് ഓഡാണ്. 1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും? ഈവൻ ഇൻറ്റു ഓഡ് എന്തായിരിക്കും? എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, ഈവൻ ഇൻറ്റു ഓഡ് എന്തായിരിക്കും? ഓഡാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 0 ആയിപ്പോയില്ലേ. ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ. നോക്കി, അപ്പോൾ ഇവിടെ റിമൈനിങ് ഇൻ്റഗ്രൽ എന്ത് മാത്രം വരും? 1/√2π. ബാക്കി എന്താ? 2 ഇൻറ്റു എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 x² കോസ് ലാംഡ എക്സ് dx. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മനസ്സിലായോ? ബാക്കി ആ സൈൻ ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ 0 ആയിപ്പോയി. കാരണം എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0 ആക്കി കളയാം. ഇനി എന്താ? ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞൂടെ? എങ്ങനെ എഴുതാമെന്ന്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നോക്കിയേ, 2 ഇൻറ്റു 0 to 1 ഇൻ്റഗ്രൽ 0 to 1 x² cos ലാംഡ എക്സ് dx. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് പോളിനോമിയൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിക്കേ. ഈ 2ഉം √2π കൂടെ വെട്ടിയാണ് നമുക്ക് എന്ത് കിട്ടിയേ? √2/π. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 2ഉം വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2/π എന്ന് കിട്ടും. ഇനി നോക്കിയേ, നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ എന്താ? സൈൻ ലാംഡ എക്സ് /ലാംഡ. ക്ലിയർ ആണ്. ഇനി എന്താണ്? മൈനസ് 1 - x² എന്താ? ഡെറിവേറ്റീവ്. അപ്പോൾ എന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2x. -2x അല്ലേ. ഇൻറ്റു എന്താ ഫംഗ്ഷൻ? -2x ഇൻറ്റു എന്ത് വരും? ഓർമ്മയുണ്ട? -2x ഇൻറ്റു ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കോസ് ലാംഡ എക്സ് /λ². ഓക്കെ ആണോ ഇവിടം വരെ? നോക്കി, ഇവിടം വരെ ആകുമ്പോൾ ഈ സ്റ്റെപ്പ് തീർന്നു. ഇതിൻ്റെ ഇൻറ്റു ഇവിടെയാണ് കേട്ടോ. സ്ഥലത്തോട് ഇങ്ങോട്ട് എഴുതിയതാണേ. അപ്പോൾ നോക്കി എല്ലാവരും, ഇവിടം വരെ ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇവിടം വരെ എല്ലാം മിക്ക കണക്കും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയേ, -2x ഡെറിവേറ്റീവ് വീണ്ടും എടുക്കണ്ടേ? ആൾട്ടർനേറ്റിംഗ് പ്ലസ് ആണ്. ഇനി ഇവിടെ മൈനസ് ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് ആണ്. -2x ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു dx -2. ഇനി വീണ്ടും എന്ത് ചെയ്യണം? ഈ കോസ് ലാംഡ എക്സ് /λ² ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്ത് കിട്ടും? -sin ലാംഡ എക്സ് /λ³. ക്ലിയർ അല്ലേ ഇവിടം വരെ? നോക്കി, നമ്മുടെ ഇൻ്റഗ്രേഷൻ ക്ലിയർ ആയില്ലേ? ഇൻ്റഗ്രേഷനിലെ ലിമിറ്റ് എന്താണ്? 0 to 1 ആണ്. നോക്കിക്കേ എല്ലാവരും. നോക്കിയേ, 1 - x². ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. പിന്നെ വീണ്ടും ഉണ്ട്, കാരണം നമ്മുടെ -2x അല്ലേ. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തൂടെ? സാധാരണ -2 നിന്ന് പോകും. -2ൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് 0 ആയപ്പോൾ. പക്ഷേ ഇവിടെ -2x അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ +-2 ഇൻറ്റു എന്താ? കോസ് ലാംഡ എക്സ് /λ² ഇൻ്റഗ്രേഷൻ എന്താ? -sin ലാംഡ എക്സ് /λ³ വിത്ത് ലിമിറ്റ് 0 to 1. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എളുപ്പമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. നോക്കിയേ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുത്ത് ചെയ്ത് നോക്കാം. √2/π. നോക്കിക്കേ, ഫസ്റ്റ് എന്താ? 1 കൊടുക്കുമ്പോഴത്തേക്കും എന്താ? 1 - 1 0 ആയിപ്പോയില്ലേ. അപ്പോൾ ഈ ടൈം ഫുൾ 0 ആയിപ്പോയി. അപ്പോൾ ഞാൻ 0 ഇവിടെ എഴുതി. മൈനസ് ഉണ്ടല്ലോ, ഇവിടെ മൈനസ് ഉണ്ട്. ഞാൻ ഇവിടെ -2x എന്താ? ഇൻറ്റു ഈ ഫംഗ്ഷനാണ്. നോക്കിക്കേ എല്ലാവരും, -2x. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? എക്സിന് വരെ 1 അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ എങ്ങനെ വരും ഫംഗ്ഷൻ? 2 ഇൻറ്റു എന്ത് വരും? ഈ മൈനസും പ്ലസ് ആയിപ്പോയി. അപ്പോൾ ആൾറെഡി ഒരു മൈനസ് അവിടെ ഉണ്ട്. അപ്പോൾ പ്ലസ് ആയിപ്പോയ ബാക്കി ഒന്ന് പറഞ്ഞേ. 2x, അതായത് 2 ഇൻറ്റു 1. അപ്പോൾ 2 ആയി. കോസ് ലാംഡ /λ² എന്നാവും. എന്തുകൊണ്ടാണ്? മൈനസും പ്ലസ് ആയപ്പോൾ ഇനി മൈനസ് ഇല്ല, വെറും എന്താ? കോസ് ലാംഡ /λ². എന്ത് ചെയ്യുവാണ്? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഇക്വേഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. ഈ മൈനസും എന്തായിപ്പോയി? പ്ലസ് ആയിപ്പോയി. ബാക്കി ഞാൻ അതേപോലെ എഴുതി.
ക്ലിയർ അല്ലേ ഇവിടം വരെ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? മൈനസും മൈനസും പ്ലസ് ആണ്. ആൾറെഡി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് ഇട്ടു. 2 ഇൻറ്റു സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ്. എക്സിന് 1 അല്ലേ കൊടുക്കുന്നേ, ഇവിടം വരെ ഉള്ളൂ. ബാക്കി നോക്കിയേ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോവും. ശ്രദ്ധിച്ച് നോക്കിയേ, 0 കൊടുത്ത് നോക്കിയേ, സൈൻസ് ഇവിടെ സൈൻ 0 ആവും, സൈൻ 0 0 ആണ്. ഇവിടെ നോക്കിക്കേ, -2 ഇൻറ്റു 0, അപ്പോൾ എന്ത് തന്നെയാണ്? 0 ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ 0 അല്ലേ, അപ്പോൾ അതും 0 ആയിപ്പോയി. വീണ്ടും ഇവിടെയും സൈൻ 0 അല്ലേ, അപ്പോൾ എന്താ? അതും 0 അല്ലേ, അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ലോവർ ലിമിറ്റ് എല്ലാം 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ 0 എന്ന് ഇടാം. ലോവർ ലിമിറ്റ് ആണ് ഇത് എല്ലാത്തിനെയും കൂടെ കേട്ടോ. അപ്പോൾ ബാക്കി ഒന്ന് പറഞ്ഞ എല്ലാവരും, ബാക്കി എന്താ നോക്കിക്കേ എല്ലാവരും? രണ്ടിലും നോക്കി 2 കോമൺ അല്ലേ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 വെളിയിലെടുക്കാം, ഒരു -2 ആയിട്ട് തന്നെ വെളിയിലെടുക്കട്ടെ. -2 ഇൻറ്റു എന്താ വരുന്നേ? 2/π. ബാക്കി എന്താ വാല്യൂ പറഞ്ഞേ? ലാംഡ സ്ക്വയറും ലാംഡ ക്യൂബും ആണ്. ഇതിനെ എങ്ങനെ ശരിയാക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയായില്ലേ? ലാംഡ ക്യൂബ് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ എഴുതി കൂടെ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞേ ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഈക്വൽ ആയോ? എന്താണെന്ന് ഇവിടെ ഒരു ലാംഡ കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ലാംഡ കോസ് ലാംഡയായി, ഇവിടെ ലാംഡ ക്യൂബും ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ഒരേ ഛേദമായില്ലേ? ആ ഛേദം അതേപോലെ എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതി. ക്ലിയർ അല്ലേ? ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ. എന്താണ് മൈനസ് സൈൻ ലാംഡ വരാൻ കാരണം? ഞാൻ പുറത്തെടുത്തത് -2 ആയിട്ടാണ് എന്ത് ചെയ്തത്? 2 വെളിയിൽ വന്ന് -2 ആയിട്ടാണ് കോമൺ എടുത്തത്. അപ്പം -2 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കിയേ, -2 ലാംഡ കോസ് ലാംഡ എന്താ? ഈ ഫംഗ്ഷൻ തന്നെ കിട്ടും. -2 ഇൻറ്റു ഈ ഫംഗ്ഷൻ നോക്കിയാൽ പ്ലസ് അല്ലേ ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ മൈനസ് ഇട്ടേ കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കി, ഇത് എന്താ നമ്മൾ കിട്ടിയേ? എഫ് ഓഫ് ലാംഡ. അതായത് എന്തിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു? ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് കോസ് x/2 dx ഇവാലുവേറ്റ് ചെയ്യാൻ. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? നമ്മൾ ഇവിടെ വരെ ചെയ്തില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ബാക്കി ചെയ്യും. എന്താ ഉപയോഗിക്കുന്നത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് തുടങ്ങിയപ്പോൾ. എന്താണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ? ഒന്ന് നോക്കി എല്ലാവരും. സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π. നോക്കി, ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 7 മാർക്ക് ഇവിടെ തന്നെ ഓൾറെഡി ആയി. നോക്കി, അല്ലെങ്കിൽ 5 മാർക്ക്. ബാക്കി ഒപ്പിച്ചുകൂടെ എന്തിലോട്ട്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം നോക്കി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ഓഫ് ലാംഡ e⁻−i ലാംഡ എക്സ് ഡി ലാംഡ. ഇതാണ് ഇക്വേഷൻ. എല്ലാം എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എല്ലാം ലാംഡയാണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിലെ സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ. ഇനി ഈ എഫ് ഓഫ് ലാംഡയ്ക്ക് വരെ എന്ത് കൊടുക്കണം? നമ്മൾ കിട്ടിയില്ലേ എഫ് ഓഫ് ലാംഡ എന്താണ് ഇതിനകത്ത്? എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു ഈ ഫംഗ്ഷൻ. നോക്കി, ഇനി അടുത്ത ഇക്വേഷനകത്ത് എഫ് ഓഫ് ലാംഡയ്ക്ക് പകരം ഈ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെ വരും നോക്കിയേ? ലെങ്തിയാണ് കേട്ടോ കുറച്ച്. നോക്കിയേ, 1/√2π ആൾറെഡി ഉള്ളതാണ്. ഇൻ്റഗ്രൽ -∞ +∞ എഫ് ഓഫ് ലാംഡ എന്താണ് ഇവിടെ? -2 ഇൻറ്റു √2/π. ബാക്കി എന്താ? ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ്. ക്ലിയർ ആണോ? ഇനി നോക്കി, ബാക്കി എന്താ? ബാക്കി ഇത് എഴുതിക്കൂടെ? e⁻i ലാംഡ എക്സ് ഡി എക്സ്. ഇവിടെ എന്താണ്? പ്ലസ് ആണ് കേട്ടോ. നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിൽ മൈനസ് ആണ്, പക്ഷേ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൽ എന്താണ്? പ്ലസ് ആണ്. e⁻i ലാംഡ എക്സ് മാത്രമേ ഉള്ളൂ. ഡി ലാംഡ എല്ലാ ലാംഡയല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഇതിനെ വെളിയിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഈ റൂട്ട് വെട്ടിപ്പോയി. ബാക്കി √2π ഇൻറ്റു √2π എന്താണ്? പൈ ആണ്. -2 വെളിയിൽ എങ്ങനെ എഴുതാം? നമുക്ക് -2 ഡിവൈഡ് ബൈ പൈ എന്ന് എഴുതാം. ഇനി പറഞ്ഞ ബാക്കി -∞ +∞ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് ഇൻറ്റു e⁻i ലാംഡ എക്സ് ആണ്. e⁻i ലാംഡ എക്സ് എന്താണ്? നമുക്കറിയാം എന്താണ്? കോസ് ലാംഡ എക്സ് പ്ലസ് i സൈൻ ലാംഡ എക്സ് ആണ്, ഡി ലാംഡ. ഓക്കെ ആണോ? അത് നോക്കിയൊന്ന്. ബാക്കി നോക്കിയേ, നമ്മൾ ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നോക്കി, ഈ ഫംഗ്ഷൻ നോക്കി കോസ് ലാംഡ എക്സ് ഇതിനും കൊടുക്കുന്നു. ഇനി അടുത്ത i സൈൻ ലാംഡ എക്സിനും കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? രണ്ട് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്കിത് ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണോ? അത് നോക്കിക്കേ. ഇത് ഇനി അടുത്ത എങ്ങനെ ചെയ്യുന്നേ?
നമ്മൾ ഇനി ഈ ഫംഗ്ഷനിൽ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യും അല്ലേ. അതിന് വേണ്ടി നമ്മൾ ആദ്യം അറിയാനുള്ളത് ഇവിടെ കിടക്കുന്നുണ്ടോ ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ എന്നൊക്കെ പറഞ്ഞ് അത് ഈവൻ ആണോ ഓഡാണോ ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു നോക്കാം. എഫ് ഓഫ് മൈനസ് ലാംഡ, അതായത് ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ എഫ് ഓഫ് ലാംഡാക്കി വെച്ചോ. ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് മൈനസ് ലാംഡ കാണുന്നു. അപ്പോൾ എന്ത് വരും, എല്ലാത്തിനും ലാംഡയുടെ സ്ഥാനത്ത് എല്ലാം മൈനസ് ലാംഡ, കോസ് മൈനസ് ലാംഡ, പിന്നെ എന്താണ് മൈനസ് സൈൻ എന്താണ് മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ ക്യൂബ്. ഇതെങ്ങനെയാണ് വരുന്നത്, മൈനസ് ലാംഡ കോസ് ഓഫ് മൈനസ് ലാംഡ. എന്താണ് കോസ് ഓഫ് മൈനസ് തീറ്റ, കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്താണ് മൈനസ് ലാംഡ കോസ് ലാംഡ ഇവിടെ വരും. ഇവിടെ നോക്കിയേ സൈൻ ഓഫ് മൈനസ് ലാംഡ എന്താണ് മൈനസ് സൈൻ ലാംഡ. ആൾറെഡി ഒരു മൈനസ് ഇല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പ്ലസ് സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ നോക്കിക്കേ മൈനസ് ലാംഡ ക്യൂബ്. രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു മൈനസ് കോമൺ എടുക്കുന്നു. ബാക്കി എന്തേ പറഞ്ഞേ ലാംഡ കോസ് ലാംഡ നോക്കിയേ മൈനസ് സൈൻ ലാംഡ. എന്തുകൊണ്ടാ മൈനസ് ഇൻറ്റു മൈനസ് എന്താ പ്ലസ് തന്നെ കിട്ടൂലേ, ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ ക്യൂബ്. ഈ മൈനസും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് തന്നെ കിട്ടി, എഫ് ഓഫ് ലാംഡ തന്നെ കിട്ടി. അതായത് എന്താണിത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണോ, ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ നോക്കിയേ ഈ ഫംഗ്ഷൻ ഈവൻ ആണ്. ഇനി നോക്കിക്കേ ഈവൻ ഇൻറ്റു ഈ ഫംഗ്ഷൻ നമുക്കറിയാം എന്താ ആൾറെഡി ഈവൻ. അപ്പോൾ ഇത് ഈവൻ അല്ലേ. ഇത് നോക്കിയേ ഈവൻ ഇൻറ്റു ഓഡ് എന്താണ് സീറോ, അതായത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ ഇൻ്റഗ്രൽ മൊത്തം എന്തായിപ്പോവും സീറോ ആയിപ്പോവും. നമുക്ക് എന്തിൻ്റെ മാത്രം ഇൻ്റഗ്രേഷൻ എടുത്താൽ മതി, ഈ ഫംഗ്ഷൻ്റെ മാത്രം ഇൻ്റഗ്രേഷൻ എടുത്താൽ മതി. ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും ഒന്ന് പറഞ്ഞ എല്ലാവരും. ഇൻ്റഗ്രേഷൻ ഏത് മാത്രം വരും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2/π പിന്നെന്താ ഇൻറ്റു 2 ഇൻറ്റു, കാരണം മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി ഉള്ളതിനെ എങ്ങനെ മാറ്റാം, ഈവൻ ആണെങ്കിൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആയിട്ട് എഴുതാം. അത് നോട്ടാണ്, ഓർത്ത് വെച്ചേക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കി ബാക്കി എല്ലാം അതേപോലെ എഴുതി. ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നേ, നമുക്കൊരു വാല്യൂ വേണം. അതായത് നോക്കിയേ ഈ ഇൻ്റഗ്രലിനെ മാത്രം ഞാൻ ഇവിടെ ഇടുന്നു, ബാക്കി എല്ലാത്തിനും അപ്പുറം കൊണ്ടുപോകും. നോക്കിയേ ഈ ഇൻ്റഗ്രൽ നോക്കി ഞാൻ ഇവിടെ ആയിട്ട് എഴുതുവാണേ. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. അവിടെ കിടക്കട്ടെ. ഇതിന് വേണ്ടി ഇട്ടു, ബാക്കി അതിന് അപ്പുറം കൊണ്ടുപോയി. അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, മൈനസ് π/4 എഫ് ഓഫ് എക്സ് എന്ന് വരും. എന്ന് വെച്ചാൽ ഇത്രയുള്ളത് കണ്ടോ, ഇവിടെ എന്തായിരുന്നു മൈനസ് 4/π ആയിരുന്നു, ഇതിനപ്പുറം കൊണ്ടുപോയി. അപ്പം എന്തായി മാറും മൈനസ് π/4 എഫ് ഓഫ് എക്സ്. ക്ലിയർ. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടിയില്ല നമുക്ക്, എന്താണ് മൈനസ് π/4 എഫ് ഓഫ് എക്സ്. ഓക്കെ ആണോ, ഇവിടം വരെ ഓക്കെ അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് ആയിരുന്നു. പിന്നെ കോസ് x/2 dx അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിയേ എല്ലാം ഉണ്ട്. ലാംഡയ്ക്ക് പകരം എക്സ് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് കിട്ടി. നോക്കിയേ ഇവിടം വരെ ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിയേ ബാക്കി നോക്കിയേ മൈനസ് π/4 ഇതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മൈനസ് π/4 എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ 1 - x² ഇഫ് മോഡ് എക്സ് എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നോക്കിയേ ഇത് എങ്ങനെ ഫംഗ്ഷൻ കൊടുക്കുന്നതെന്ന് മൈനസ് π/4 ഇൻറ്റു ഇതാണ് ഫംഗ്ഷൻ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, പുട്ട് എക്സ് ഈക്വൽ ടു 1/2. നോക്കിക്കേ പുട്ട് എക്സ് ഈക്വൽ ടു 1/2. എന്തിന് ഞാൻ ഇവിടെ എക്സിന് പകരം 1/2 കൊടുത്തു ഒന്ന് നോക്കിക്കേ. ഇവിടെ കോസ് ലാംഡ എക്സ് നോക്കിയേ, ഇവിടെ എക്സിന് 1/2 കൊടുക്കുമ്പോഴത്തേക്കും കോസ് ലാംഡ/2 എന്നാവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ് x/2 എന്നാണ്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് എല്ലാം ഈ ലാംഡയ്ക്ക് എല്ലാം നമ്മൾ എക്സ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്വസ്റ്റ്യനിലുള്ളത് കിട്ടും. ക്വസ്റ്റ്യനിലുള്ള അതേപോലെ എല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ മാത്രം ഒരു ചേഞ്ച്. ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ കോസ് x/2 ആയിരുന്നു, ഇവിടെ x/2 ആവണമെങ്കിൽ എന്താ വരാറുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ലാംഡ/2 ആവും. ലാംഡ/2 ആണെങ്കിൽ എന്താ വരാറുള്ളത്, എക്സ് ഈക്വൽ ടു 1/2 ആണ്. ലാസ്റ്റ് ഈ ലാംഡ എല്ലാം എക്സ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് പകരം 1/2 കൊടുക്കണം. ക്ലിയർ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറും, ഇവിടെ നോക്കിക്കേ മൈനസ് π/4 ഇൻറ്റു എഫ് ഓഫ് എന്താ എക്സിന് വരെ 1/2 എഫ് ഓഫ് 1/2 ആകും. ക്ലിയർ അല്ലേ ഇവിടം വരെ. അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത് നോക്കിക്കേ മൈനസ് π/4 ഇൻറ്റു എന്തായിരുന്നു എഫ് ഓഫ് എക്സ് 1 - x². അപ്പോൾ എഫ് ഓഫ് 1/2 എന്താവും 1 - 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ, ഇവിടം വരെ സിമ്പിൾ ആണ്. നിങ്ങൾ സെക്കൻഡ് പാർട്ട് എളുപ്പമാണ്, പാടാണെന്ന് വിചാരിക്കരുത്. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ ഇതിനെ നമുക്ക് കുറയ്ക്കാം. എന്താ 1 - 1/4 എന്താ 3/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മൈനസ് π/4 ഇൻറ്റു എന്ത് കിട്ടി 3/4. എന്താ അതിൻ്റെ ആൻസർ -3π/16 എന്ന് കിട്ടി.
ഇവിടം വരെ ഓക്കെ അല്ലേ? നമുക്ക് എന്താ നമ്മളുടെ ആൻസർ ഫൈൻഡ് ചെയ്തില്ലേ? എന്താ ഫൈൻഡ് ചെയ്തേ? ഇന്റഗ്രൽ 0 to infinity ലാംഡ കോസ് ലാംഡ മൈനസ് സൈൻ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് കോസ് ലാംഡ ബൈ 2 ഡി ലാംഡയാണ് എന്ത് കിട്ടിയേ? -3π/16 കിട്ടിയത്. ഞാൻ ലാംഡ ബൈ 2 ആക്കാൻ എന്ത് ചെയ്തിരുന്നു? പുട്ട് x = 1/2 കൊടുത്തിരുന്നു. ഇനി ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫുൾ എക്സിലല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? പുട്ട് ലാംഡ = x. വേണമെങ്കിൽ അങ്ങനെ ഇട്ടോ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫുൾ എക്സിലല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ലാംഡ = x കൊടുത്ത് എഴുതി. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity x cos x മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ x³ cos x/2 dx. നോക്കിയേ, ഫൈനൽ ആൻസർ എനിക്ക് -3π/16 എന്ന് കിട്ടും. നോക്കി, ഇവിടെ വരെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? പാടാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിച്ചാൽ ഈസി ആയിട്ടുള്ള കണക്കാ. ഫോറിയർ ട്രാൻസ്ഫോർമിക്കേഷനും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോർമിക്കേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണോ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതേ മോഡൽ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. രണ്ടെണ്ണമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നോക്കിക്കേ, ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) ഈക്വൽ if a minus mod x if mod x less than or equal to a, 0 if mod x greater than a and a greater than 0. എന്താ? ആദ്യം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്നിട്ട് ഹെൻസ് ഡെഡ്യൂസ്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കാളെ? ഇന്റഗ്രൽ 0 to infinity sin t/t the whole square dt equal to π/2 എന്ന് തെളിയിക്കണം. ഇന്റഗ്രൽ 0 to infinity sin t/t the whole square dt equal to π/2 എന്ന് തെളിയിക്കണം. ആദ്യം ഞാൻ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? മോഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആവുകയാണെങ്കിൽ എങ്ങനെ ഫംഗ്ഷൻ മാറും? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മോഡ് x ഗ്രേറ്റർ ആകുമ്പോഴോ ഇങ്ങനെ ആവില്ലേ? അത് രണ്ടും പറഞ്ഞു തരണം. നോക്കി, ഇത് നിങ്ങൾ കാണാൻ പഠിക്കാവുന്നതാണ്. മോഡ് x ലെസ് ദാൻ ഈക്വൽ ടു ആകുമ്പോൾ -a-ക്കും +a-ക്കും ഇടയിലാണ് x. അടുത്ത് നോക്കിയേ, മോഡ് x ഗ്രേറ്റർ ആകുമ്പോൾ -∞ക്കും -a-ക്കും ഇടയിലാണ് x, a-ക്കും ∞ക്കും ഇടയിലാണ് x. രണ്ട് കണ്ടീഷൻ ഉണ്ട്. അവിടെ എപ്പോഴും ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. ഇവിടം വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ 0 to നോക്കിയത് എങ്ങനെ? ഇവിടെ ഇക്വേഷൻ എന്തായിരുന്നു? -∞ മുതൽ +∞ വരെ ഇല്ല. അപ്പോൾ ഇക്വേഷൻ എന്ത് മാത്രമേ കാണുള്ളൂ? എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. -a2 + a മൈനസ് മോഡ് x, അതായത് ആ ഫംഗ്ഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. ബാക്കി രണ്ടും 0 ആയി പോകും. ബാക്കി നോക്കി എല്ലാവരും നോക്കി. അടുത്ത് ഞാൻ ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്തു? നോക്കി, ഞാൻ പറഞ്ഞു -∞ മുതൽ ∞ വരെ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്യണം? -∞ to -a, -a to -a + a to ∞. പക്ഷേ -∞ മുതൽ -a വരെ 0 ആണ് ഫംഗ്ഷൻ. റിയൽ ലൈനിൽ കാണിച്ചു തന്നാണ്. അടുത്ത് നോക്കി, a to ∞ 0 ആണ്. അപ്പം എന്ത് മാത്രം ചെയ്താൽ മതി? 1/√2π ഇന്റഗ്രൽ -a to +a മൈനസ് മോഡ് x e⁻i λx dx മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കി, അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. എന്താ ഒരു മാറ്റം? e⁻i λx പകരം cos λx -i sin λx കൊടുത്തു. വേറെ ഒരു മാറ്റവും ഇല്ല. ഇനി എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ഈ ഫംഗ്ഷനെ 1/√2π ഇന്റഗ്രൽ എന്ത് ചെയ്തു? രണ്ടിനുമായിട്ട് കൊടുത്തു. അതായത് 1/√2π ഇന്റഗ്രൽ -∞ -a to +a മൈനസ് മോഡ് x ഇൻറ്റു കോസ് λx dx. അടുത്ത് എന്ത് വരും? 1/√2π ഇന്റഗ്രൽ -a to +a മൈനസ് മോഡ് x ഇൻറ്റു എന്താ? i sin λx. i കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുത്ത് എഴുതി. i/√2π എന്ന് വന്നു. ബാക്കിയെല്ലാം അതേപോലെ എഴുതി. നമുക്കൊരു കാര്യം അറിയാം. എന്താ? കോസ് എപ്പോഴും കോസ് ഫംഗ്ഷൻ ഈവൻ ആണ്, സൈൻ ഫംഗ്ഷൻ ഓഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ a മൈനസ് മോഡ് x ഓൾറെഡി ഈവൻ ആണ്. എന്തുകൊണ്ടാണ്? മോഡ് ഫംഗ്ഷൻ എല്ലാം ഈവൻ ആണ്. അത് അറിഞ്ഞിരിക്കാത്ത കാര്യമാണ്. മോഡ് ഫംഗ്ഷൻസ് എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈവൻ ഇൻറ്റു ഈവൻ, ഈ ഫംഗ്ഷൻ ഈവൻ ആയില്ലേ? പക്ഷേ ഇവിടെ ഈവനും ഇത് ഓടും അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓഡായി മാറും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ വാല്യൂ? 0 അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? ഫസ്റ്റ് ഇൻ്റഗ്രൽ മാത്രം ചെയ്താൽ പോരെ? അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ മാറ്റാം? ഇത് ഈവൻ ആയതുകൊണ്ട് -a to +a മാറ്റി 2 × 0 to a എന്നാക്കി. ക്ലിയർ അല്ലേ? ബാക്കി a മൈനസ് മോഡ് x, അതായത് a മൈനസ് x. മോഡ് x എന്താണ്? ഇഫ് x ലെസ് ദാൻ 0 if x ഗ്രേറ്റർ ദാൻ 0. x ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a മൈനസ് x എന്ന് എഴുതാം. മോഡ് x-ന്റെ പകരം x എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? a മൈനസ് x കോസ് λx dx. അതിനുശേഷം എന്താ ചെയ്യുന്നത്? നമ്മൾ നോക്കിക്കേ എല്ലാവരും, ഈ 1/√2π × 2 അല്ലേ? ഈ 2നെ √2 × √2 എഴുതാം. ഒരു √2ഉം ഇവിടുത്തെ √2ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? ഒരു √2/π. നോക്കിയേ, രണ്ടിന് റൂട്ട് ഉണ്ട് കേട്ടോ. √2/π എന്ന് കിട്ടും. ബാക്കിയെല്ലാം അതേപോലെ, ഫംഗ്ഷനെല്ലാം അതേപോലെ. ഇനി എന്താ ചെയ്തേക്കുന്നത് ഇവിടെ? ഇതിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബെർണോളീസ് ഇക്വേഷൻ. ബെർണോളീസ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് λx ഇൻ്റഗ്രൽ sin λx/λ മൈനസ്
എ മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ എന്താ ഡെറിവേറ്റീവ് -1, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു സൈൻ ലാംഡ എക്സ് ബൈ ലാംഡയുടെ ഇൻ്റഗ്രൽ. വീണ്ടും ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ്, ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ മൈനസ് കോസ് ലാംഡ എക്സ് ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ. കാരണം സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. അപ്പോൾ നോക്കിയേ മൈനസ് കോസ് ലാംഡ എക്സ് ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ വിത്ത് ദ ലിമിറ്റ് 0 to a. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്തേക്കുന്നേ, നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തെഴുതി. ആദ്യം എ കൊടുത്തു. അപ്പോൾ എ മൈനസ് എ എന്താ എക്സിന് വരെയാണ് കൊടുക്കാൻ പോണേ. എ മൈനസ് എ 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേം ഫുൾ 0 ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ, ഒരു മൈനസ് ഞാൻ അതേപോലെ ഇട്ടു. ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ആയില്ലേ, എന്തായാലും ഇവിടെ ഒരു മൈനസ് കാണും. കാരണം ഇവിടെ പ്ലസും മൈനസും കൂടെ എന്താ മൈനസ്. ഇവിടെ നോക്കിക്കേ കോസ് എ ലാംഡ, കാരണം എക്സിന് പകരം എ കൊടുക്കുന്നു. കോസ് എ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എന്താ 0 കൊടുക്കുന്നതല്ല. 0 കൊടുക്കുമ്പോഴാണ് ലോവർ ലിമിറ്റ്. ഒന്ന് നോക്കിക്കേ, എ മൈനസ് 0, അതായത് എ ഇൻറ്റു സൈൻ 0 ബൈ ലാംഡ. അതായത് സൈൻ 0 എന്താണ്, ആൾറെഡി 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ എന്താണ് 0 ആണ്. അതാണ് ഇവിടെ 0 വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. മൈനസ്, ഇവിടെയുള്ള മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ഇനി ഈ മൈനസും കൂടെ പ്ലസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, 0 കൊടുത്തു. ഏതിന് പകരം കോസ് ലാംഡ എക്സിനകത്ത് എക്സിന് പകരം 0 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, കോസ് ലാംഡ എക്സ് അല്ലെങ്കിൽ കോസ് 0 എന്താണ് 1 അല്ലേ. അങ്ങനെയാണ് ഇവിടെ 1 വന്നേ ബൈ ലാംഡ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇവിടം വരെ എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റും കൊടുത്തു, ലോവർ ലിമിറ്റും കൊടുത്തു. നോക്കി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തേക്കുന്നേ, എന്ത് ചെയ്തു ഞാൻ, √2/π. നോക്കിയേ, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ. അപ്പോൾ 1 ബൈ ലാംഡ സ്ക്വയർ പോസിറ്റീവ് ആണ്. ഇവിടെ നോക്കിയേ നെഗറ്റീവ് അല്ലേ. ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോമൺ ഡിനോമിനേറ്ററും ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ മാറ്റാം, ആദ്യം 1 എഴുതിക്കൂടെ പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ നോക്കി ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്തു, ലാംഡ സ്ക്വയർ കോമൺ ഡിനോമിനേറ്റർ, മുകളിൽ എന്താണ് 1 മൈനസ് കോസ് എ ലാംഡ എഴുതി. 1 മൈനസ് കോസ് എ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയറിന് കിട്ടി. ഇവിടം വരെ ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ വന്നേ, നമ്മൾ എന്തിനാണ് സൈനിലോട്ട് മാറ്റിയേ. ഇവിടെ വരെ ആകുമ്പോൾ എഫ് ഓഫ് ലാംഡ ഓക്കെ ആവൂലായിരുന്നോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നോ? സൈൻ ഫംഗ്ഷൻ ആയിരുന്നു. ഡെഡ്യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് സൈനിലാണ്, കോസിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് ലാംഡ സൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ നോക്കിക്കേ, 1 മൈനസ് കോസ് എ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ എന്നല്ലേ കിടക്കുന്നേ. എനിക്ക് ഇതിനെ മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും, ഒന്ന് നോക്കിക്കേ എല്ലാവരും. സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, 1 മൈനസ് കോസ് 2θ ഡിവൈഡ് ബൈ 2 ആണ്. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, നോക്കി ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ, സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, 1 മൈനസ് കോസ് 2θ ഡിവൈഡ് ബൈ 2 ആണ്. ഇനി എടുത്ത് നോക്കിയേ, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എങ്ങനെ എഴുതാം നമുക്ക്, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. അതായത് ഇവിടെ 2θ, തീറ്റയ്ക്ക് വരും തീറ്റ ബൈ 2 കൊടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ തീറ്റ ബൈ 2 കൊടുത്താൽ 2 2 ക്യാൻസൽ ആയിപ്പോയില്ലേ. അങ്ങനെയാണ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിക്കേ, 1 മൈനസ് കോസ് തീറ്റ എന്ന ഫോമിലേ കിടക്കുന്നേ. 1 മൈനസ് കോസ് തീറ്റ ന്യൂമറേറ്റർ നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എങ്ങനെ 1 മൈനസ് കോസ് തീറ്റ എഴുതും, 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ക്ലിയർ അല്ലേ? ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താണ്, എ ലാംഡ. അപ്പോൾ 1 മൈനസ് കോസ് എ ലാംഡയ്ക്ക് പോയി നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയുടെ സ്ഥാനത്ത് എ ലാംഡ ബൈ 2. ക്ലിയർ അല്ലേ ഇവിടം വരെ? ഓക്കെ ആണോ? നോക്കി, അതാണ് നമ്മൾക്ക് ഇവിടെ ഈ ഫംഗ്ഷനിൽ ആൻസർ ഇങ്ങനെ കിട്ടിയേക്കുന്നത്. എല്ലാവരും നോക്കിക്കേ, √2/π അതേപോലെ ഉണ്ട്. നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി, 2 ഇൻറ്റു സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ചെയ്ത് കാണിച്ചതാണ് എങ്ങനെ വന്നെന്ന്. ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഉണ്ടാണ്. 1 മൈനസ് കോസ് എ ലാംഡേനെ ഇങ്ങനെ എഴുതാം. എങ്ങനെയൊക്കെയാണ്, സൈൻ സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ എഴുതി, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇക്വേഷൻ എഴുതി, അതിന് 1 മൈനസ് കോസ് തീറ്റ ഫൈൻഡ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് മാറി, സൈനിലോട്ട് മാറി. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും, കോസിലല്ല ക്വസ്റ്റ്യൻ സൈനിലോട്ടാണ്. ഡെഡ്യൂസ് ചെയ്യാറുള്ളത്, പ്രൂവ് ചെയ്യാറുള്ളത് സൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് നമുക്ക് എന്താണ് എടുക്കാം, എഫ് ഓഫ് ലാംഡ ആയിട്ട് എടുക്കാം. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. നോക്കിക്കേ, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന് ഇക്വേഷൻ എഴുതി. അതെല്ലാവർക്കും ക്ലിയർ അല്ലേ, 1/√2π മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ലാംഡ ഇ റൈസ് ടു ഐ ലാംഡ എക്സ് ഡി ലാംഡ. ക്ലിയർ ആണ്. ഇനി എന്താണ് എഫ് ഓഫ് ലാംഡ, നമുക്ക് കിട്ടിയ വാല്യൂ എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ കിട്ടിയ വാല്യൂ, 2 ഇൻറ്റു √2/π സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 എന്താ, ലാംഡ സ്ക്വയർ ഇ റൈസ് ടു ഐ ലാംഡ എക്സ് ഡി ലാംഡ. എന്ത് ചെയ്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നോക്കിക്കേ, എന്നിട്ട് നോക്കിക്കേ എല്ലാവരും, നമ്മൾ എന്ത് ചെയ്തു, എഫ് ഓഫ് ലാംഡയ്ക്ക് വരും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു 2 ഉണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ഒരു 2 ഉണ്ടായിരുന്നു.
ഓർത്ത് വെച്ചേക്കണം എഫ് ഓഫ് ലാംഡ എന്താ 2 ഇൻറ്റു √2 സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഇ റേസ് ടു ഐ ലാംഡ എക്സ് ഡി ലാംഡയാണ്. നമ്മൾ എഫ് ഓഫ് ലാംഡയ്ക്ക് പകരമേ വാല്യൂ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും, ഞാൻ ഈ കോൺസ്റ്റന്റിനൊക്കെ വെളിയിലെടുത്തു, ഇൻ്റഗ്രലിൻ്റെ വെളിയിലായപ്പം വെട്ടിക്കളഞ്ഞ് കിട്ടിയതാണ് 2/π. അത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും 2/π ഇൻ്റഗ്രൽ -∞ പ്ലസ് ഇൻഫിനിറ്റി. നമ്മൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ ഇതേപോലെ എഴുതി ഇ റേസ് ടു ഐ ലാംഡ എക്സ്. നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്, എന്താ കോസ് ലാംഡ എക്സ് പ്ലസ് ഐ സൈൻ ലാംഡ എക്സ് ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തു ഡി ലാംഡ. ഇനി എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് എഴുതി, ഫംഗ്ഷൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് എഴുതി. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഏതിനൊക്കെ കൊടുത്തു, ഇതേ ഇൻറ്റു ഈ ഫംഗ്ഷൻ, ഇതേ ഇൻറ്റു ഈ ഫംഗ്ഷൻ കൊടുത്ത് എഴുതി, സെപ്പറേറ്റ് ചെയ്തു, ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് അടുത്ത സെക്ഷനിൽ എഴുതി. ഇനി നമുക്കറിയാം കോസ് ലാംഡ എക്സ് എന്താണ്, ഈവൻ ആണ്. ഇനി നോക്കിക്കേ സൈൻ ലാംഡ എക്സ് എന്താണ്, ഓഡാണ്. അപ്പോൾ നോക്കിയേ നമുക്കറിയാം ആൾറെഡി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ എന്താണ്, ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്, ഈവൻ ഇൻറ്റു ഈവൻ എന്താ, ഈവൻ ഫംഗ്ഷൻ. ഓഡ് ഇൻറ്റു ഈവൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡ് എന്തായാലും എന്തായി പോവും, 0 ആയി പോവും. ഫസ്റ്റ് ടൈം മാത്രമേ നിൽക്കത്തുള്ളൂ. ഫസ്റ്റ് ടൈം എന്താണിത്, ഇത് സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇത് ഈവൻ ആണെന്ന്. അപ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഈ ടൈം മാത്രം എഴുതാം. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് ടൈം എന്താ, ഫസ്റ്റ് ടൈം മാത്രം 2/π. ഇതിനെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഫംഗ്ഷന് മാത്രമേ എനിക്ക് വേണമേ, എന്താണ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഈ ഫംഗ്ഷൻ്റെ വാല്യൂ വേണം. എന്ത് ചെയ്യും, ഇവിടെ ഇപ്പുറത്തെ എഫ് ഓഫ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഗുണിച്ചേക്കുന്ന 2/π ഇൻറ്റു 2 എന്താണ്, അതായത് 4/π എന്ത് ചെയ്യും, അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും, π/4 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായി മാറും, π/4 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, പുട്ട് എക്സ് ഈക്വൽ ടു 0. എന്തിനാ നമ്മൾ എക്സ് ഈക്വൽ ടു 0 കൊടുത്തേ, നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ കോസ് 0 ഡി ലാംഡ. അതായത് ഇവിടെ എന്താ കോസ് ലാംഡ എക്സ് ആയിരുന്നു, അവിടെ എന്ത് കൊടുത്തു ഞാൻ, എക്സിന് പകരം 0. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസിൻ്റെ ഫംഗ്ഷനേ ഇല്ല, സൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ എനിക്ക് 1 ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്തു, എക്സിന് പകരം 0 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, എക്സിന് പകരം 0 കൊടുക്കണ്ടേ. ക്ലിയർ അല്ലേ, ഈ ഫംഗ്ഷൻ ഈ LHS ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എക്സിന് പകരം 0 കൊടുത്തു, നമ്മുടെ ക്വസ്റ്റ്യനിൽ അതേപോലെ ആക്കാൻ വേണ്ടിയിട്ട്. π/4 ഇൻറ്റു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്താണ്, ഇതിനകത്ത് നോക്കിയേ, എന്താ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, എ എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ഇതല്ലേ, എ മൈനസ് മോഡ് എക്സ് അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എ കിട്ടും, π/4 ഇൻറ്റു എ. അതായത് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ 2 ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു π/4 ഇൻറ്റു എ എന്ന് കിട്ടും. നോക്കിക്കേ എല്ലാവരും, നമുക്ക് ഡെഡ്യൂസ് ചെയ്യാതെ പ്രൂവ് ചെയ്യാനുള്ള എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ t/t ദ ഹോൾ സ്ക്വയർ dt ഈക്വൽ ടു π/2 എന്നാണ് തെളിയിക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കേ, എനിക്ക് π/2 എന്ന് ഈക്വൽ ടു π/2 എന്ന് കിട്ടണം. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ π/4 എന്നാണ് കിട്ടിയേക്കുന്നത്. π/4 ഇൻറ്റു എ എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ RHSൽ π/2 ആവണമെങ്കിൽ എ എത്രയാവണം, എ ഈസ് ഈക്വൽ ടു 2 ആയിരിക്കണം. ക്ലിയർ ആണോ? ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എ ഉള്ള സ്ഥാനത്ത് എല്ലാം എന്ത് കൊടുത്തു, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ഫൈനൽ ആൻസർ കിട്ടി, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു π/4 ഇൻറ്റു 2. അതായത് എക്ക് പകരം 2, π/4 ഇൻറ്റു എ ആയിരുന്നു. ഇവിടെ ഒരു എ ഉണ്ടായിരുന്നു, ആ എക്ക് പകരം 2 കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ വാല്യൂ മാറിയത് കേട്ടോ. സൈൻ സ്ക്വയർ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു π/4 ഇൻറ്റു 2. ഈ 4ഉം ഈ 2ഉം വെട്ടിപ്പോയി π/2 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ π/2 എന്നാണ് തെളിയിക്കാനുള്ളത്. ഈ ഇൻ്റഗ്രൽ π/2 ആണെന്ന് തെളിയിക്കണം. ഇവിടെ നോക്കി, സൈൻ സ്ക്വയർ ലാംഡ ബൈ ലാംഡ സ്ക്വയർ എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, സൈൻ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ ഇതിനെ, സൈൻ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബാക്കി ഡി ഇല്ലല്ലോ ഇവിടെ. ഓക്കെ ആണോ? നോക്കി, നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ഫൈനൽ ആൻസർ എന്ത് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എക്ക് 2 കൊടുത്തായിരുന്നു, എക്സിന് 0 കൊടുത്തായിരുന്നു. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാം ഓർത്ത് വെച്ചേക്കണം, എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.